ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ വീടിൻ്റെ ഹോം ടൂറായിട്ടാണ്. എൻ്റെ വീട് വടക്കാങ്ങര തരത്തലകൊണ്ടിലാട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലത്തെ ഒരു ഹോം ടൂറായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ സിറ്റ് ഔട്ടിൽ നിന്ന് അങ്ങനെ കിടന്ന് പിന്നെ ഡൈനിങ് ഹാളിൽ ടേബിള്, അതേപോലെ ചെറിയൊരു സോഫ ഇട്ടിട്ടുണ്ട്. ഇത് ഷോക്കേസ്. അന്നൊക്കെ പണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഷോക്കേസിൽ പാത്രങ്ങൾ വെക്കുക അങ്ങനെയൊക്കെയല്ല ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെയും ഇങ്ങനെ ഷോക്കേസ് ഡൈനിങ് ഹാളിലൊന്നും ഇവിടെ ഇല്ല കേട്ടോ. പിന്നെ വരുന്നത് ഓഫീസ് റൂമാണ്. ഓഫീസ് റൂമിലൊരു ബെഡ് ഇട്ടിട്ടുണ്ട്. നമ്മൾ അവരവിടെ കിടക്കലൊന്നുമില്ല, നമ്മൾ നിസ്കരിക്കലോ അതേപോലെ ഇസ്തിരി ഇടൽ അങ്ങനത്തെ പരിപാടികളൊക്കെ അവിടെയാണ്. പിന്നെ ഇപ്പാൻ്റെ സോപ്പിൻ്റെ ഇതും അവിടെ വെക്കലുണ്ട്. ഇപ്പാൻ്റെ അതൊക്കെ അവിടെ ആയിട്ടാണ് വെക്കൽ. പിന്നെ വരുന്നത് മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് എൻ്റെ ബെഡ്റൂം. പേരിന് എൻ്റെ ബെഡ്റൂം എന്നുള്ളൂ കേട്ടോ. അതിൽ സാധനങ്ങൾ ഫുള്ളും ഉമ്മാൻ്റെയും ഒക്കെയാണല്ലോ കേട്ടോ. ഇപ്പം എൻ്റെ സാധനങ്ങളൊന്നും അതിലില്ല. ഞാൻ ചെന്നാലൊക്കെ അവിടെയാണ് കിടക്കൽ. അങ്ങനെ ഇത് ഡൈനിങ് ഹാള്. 2 റൂമാട്ടുള്ളത്. പിന്നെ ഈ റൂമിൽ ഒരു ഇതുണ്ട്. ആദ്യം ഇവിടെ ഷോക്കേസിനും പിന്നെ അത് അലമാറ ആക്കിയതാണ്. അന്നൊക്കെ അങ്ങനെ എല്ലായിടത്തും ഷോക്കേസ് തന്നെയല്ലോ ഉണ്ടായിരുന്നത്. പിന്നെ വരുന്നത് ഈ ബെഡ്റൂം ആട്ടോ. ഇവിടെയാണ് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ റൂം. ഓലി അങ്ങനെ ഓരോന്നിങ്ങനെ പറയുന്നുണ്ട്. അവൾ പറഞ്ഞോളാന്നൊക്കെ, ഹായ് ഗേസ് എന്നൊക്കെ അവൾ പറഞ്ഞോളാന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ഷോക്കേസ്. അന്നൊക്കെ ഇങ്ങനെയാണല്ലോ, ഷോക്കേസ് തന്നെയല്ലോ. ഇപ്പോൾ ഇവിടെ ഷോക്കേസ് ഇല്ല, റാക്കില്ല. റൂമുകളിലൊന്നും റാക്കില്ലല്ലോ ഇപ്പോഴത്തെ വീടുകളിലൊക്കെ. പണ്ടൊക്കെ അങ്ങനെയാണ്, റാക്കുകളൊക്കെയാണ്. എനിക്ക് 5 വയസ്സൊക്കെ ആയെന്ന് കൂടിയിരുന്നതാട്ടോ ഈ വീട്. പിന്നെ ഡൈനിങ് ഹാളിലൊരു ബാത്റൂം വരുന്നുണ്ട്, ഒരു വാഷ് ബേസ് വരുന്നുണ്ട്. ഇത് മുകൾക്ക് പോകാനുള്ളത്. മുകളിൽ റൂമില്ല കേട്ടോ. ഇത് മറ്റേ എന്താ പറയുക, സ്റ്റോർ റൂമാണ്. ഇവിടെയാണ് അമ്മ ഓരോ സാധനങ്ങൾ, അരി, എണ്ണ ആട്ടിയത് അങ്ങനെയൊക്കെ ഓരോന്ന് വെക്കൽ. അവിടെ ഫ്രിഡ്ജും. പിന്നെ ഇത് കിച്ചണ്. ഇത് വരുന്നത് വർക്ക് ഏരിയ പറയും. ഇവിടെ അങ്ങനെ ഒന്നുമില്ല, പഴയ ആൾമറകളൊക്കെ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ അലക്കിയ ഡ്രസ്സ് ഉണങ്ങാത്തൊക്കെ അങ്ങനെ ഇടുന്ന ഇതാണ്. പിന്നെ അന്ന് ഞാൻ ചെന്നതിന് ശേഷം മന്തി ഉണ്ടാക്കിയതാട്ടോ, ചിക്കൻ മന്തിയൊക്കെ ഉണ്ടാക്കിയിരിക്കണ്. പിന്നെ ഇത് കിച്ചണ്. അത് നമ്മൾ ഫിൽറ്റർ ചെയ്യണതാണ്. വെള്ളം കുഴൽക്കിണറിൻ്റെ വെള്ളമായിട്ട് ചോയായാണ് നമ്മൾ ഫിൽറ്റർ ചെയ്ത് കാണാം കേട്ടോ വെള്ളം കുടിക്കരുത്. പിന്നെ ഓരോ കബോർഡുകൾ, നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര പാത്രം കിട്ടിയാലും തികയൂലല്ലോ. അപ്പം അമ്മ മുകളിലും അതേപോലെ ഒരു കബോർഡ് ഉണ്ടാക്കി വെച്ചതാട്ടോ പാത്രം വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ വീട് പറഞ്ഞ ഒരു പ്രത്യേകത കേട്ടോ. താഴേക്ക് പോകണം. താഴെയാണ് നമുക്ക് അലക്കാനും അതേപോലെ ബാത്റൂമൊക്കെ വരണം. നമുക്ക് ആദ്യം താഴേനു കിച്ചണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഉമ്മ പറഞ്ഞു, ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, അപ്പോൾ ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വന്നാൽ നമ്മൾ താഴെ പോയിക്കാണ്ട് ചായയൊക്കെ ഉണ്ടാക്കി മുകൾക്ക് കൊണ്ടുവരണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ്, അതൊന്നും നടക്കുന്ന കാര്യമല്ല ഇറങ്ങാണ്ട്. പിന്നെ നമ്മൾ താഴെ കിച്ചണാക്കിലൊക്കെ മുകളിൽ തന്നെ ആക്കിട്ടോ. അങ്ങനെയാണ് ഇത് ഇവിടെ ഇത്ര നമ്മൾ വിറകൊക്കെ ഇടാൻ ഇത്ര സ്പേസ് കിട്ടിയത്. അപ്പോൾ അതിപ്പോൾ നമ്മൾ വിറകിടാൻ, തേങ്ങ ഇടാൻ, ചകിരിടാൻ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അവിടെയാണ് വാഷ് മെഷീന് ഇതൊക്കെ ഇട്ടിട്ടുള്ളത്. നമ്മൾ വിറക് ഒരാളാണെങ്കിൽ 2 ആളാണെങ്കിലൊക്കെ ഉമ്മ അടുപ്പത്താട്ട് ഉണ്ടാക്കൽ, ചോറും അതൊക്കെ ഉണ്ടാക്കൽ. പിന്നെ കറികൾ അങ്ങനെയൊക്കെ ഗ്യാസിലൊക്കെ ഉള്ളു. ചില ടൈമിൽ കറികളും ഉമ്മ അടുപ്പിൽ തന്നെ ഇട്ട് വെക്കൽ. ഇതന്ന് നമുക്ക് കിച്ചൺ അവിടെയാണ് അറിഞ്ഞില്ലേ. അപ്പം അന്ന് ഇതിന് സ്റ്റോർ റൂം ഇതൊക്കെ വന്നിരുന്നത്. ഇപ്പം അത് നമ്മൾ ഓരോ സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ, സ്റ്റെപ്പ് വരുന്നുണ്ട്. നമ്മളെ വീട്ടിൽ അങ്ങനെ ഒരു ഇതാണ്. ഇവിടെ സ്റ്റെപ്പ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങണമെങ്കിൽ, ഇക്കുടി വരികയാണെങ്കിലും താഴേക്ക് വരണമെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി വരണം. ഇനി അപ്പുറത്തുണ്ട് കേട്ടോ അതേപോലെ സ്റ്റെപ്പ്. ഇവിടെ കുറേ വിറകുകളും ഇതൊക്കെ ഉമ്മയും ഉപ്പയൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളതാട്ടോ. ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്, അവിടെ ഉമ്മ കുളിക്കുകയാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തുകൊണ്ട് ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട്. പിന്നെ നമ്മളെ തൊടു തന്നെ കേട്ടത് ചക്കൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറേ വാഴകളും ഇതൊക്കെ ഉപ്പ നാട്ടിൽ നിൽക്കൽ തുടങ്ങിയതിൻ്റെ ശേഷം കേട്ടോ ഇവിടെയൊക്കെ വാഴയൊക്കെ വെക്കൽ തുടങ്ങിയത്. അതിന് മുന്നേ ഫുള്ളും തേക്കൊക്കെയാണ്. ഇപ്പം ആ തേക്കൊക്കെ വെട്ടിക്കാണ്ട് ഇപ്പം ഫുള്ള് വാഴ അങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കി കേട്ടോ. പിന്നെ അങ്ങനെ ഉച്ചക്കായപ്പോൾ നമ്മൾ മന്തി, ഇമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ മന്തി തിന്നാണ് ഫോട്ടോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ പുറത്തിറങ്ങി. ഇതൊക്കെ ഉപ്പുണ്ടാക്കിയ പച്ചക്കറികളാണ്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്ക ഉണ്ട്, പയറുണ്ട്, കുറേ പയറൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുന്നു. ഞാൻ എന്നെങ്കിലൊക്കെ എൻ്റെ വീട്ടിൽ പോകലുള്ളൂ കേട്ടോ. ഒരു മാസത്തിൽ
കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ പോവുള്ളൂ. മദ്രസക്ക് ഒഴിവുണ്ടാകുമ്പോഴേ ഞാൻ പോവുള്ളൂ. ഇതിപ്പോൾ കുറേ പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഉമ്മാക്കൂട്ട് ഉപയോഗിക്കാനുള്ള പയറ്, പച്ചമുളക്, അതേപോലെ വെണ്ടക്ക, ഇതിന് മുന്നേ ക്യാബേജൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ചെന്നപ്പത്തിനൊക്കെ കഴിഞ്ഞു. കോവക്ക, അതൊക്കെ ഉപ്പ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ കുറേ പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ വീട്ടിലവിടെ ഉണ്ടായത് തന്നെയാണ്. പിന്നെ ഇത് ചാമ്പക്ക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചീരമുളകൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ഒരു കൊച്ചു വീട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.